അക്ഷരസ്നേഹികളുടെ സൗഹൃദ സംഗമത്തിൽ അബ്ദുൾ അലി കളത്തിങ്കലിന്റെ പ്രഥമ കഥാസമാഹാരമായ മുനിഞ്ഞു കത്തുന്ന വിളക്കിനെ കുറിച്ച് ചർച്ചയും നിരൂപണവും നടന്നു. അൽഖോബാർ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ ദമാം മീഡിയ ഫോറമാണ് വേദിയൊരുക്കിയത്. ഫോറം പ്രസിഡന്റ് പി ടി അലവി അധ്യക്ഷനായി. നാട്ടിൽ വിട്ടുപോകുന്ന ഓർമ്മകളെ പ്രവാസ മണ്ണിൽ ഓർത്തെടുക്കുമ്പോൾ അനുഭവിക്കുന്ന വികാര തീവ്രതകളാണ് അലിയുടെ ഓരോ പുസ്തകത്തിലും പ്രതിഫലിക്കുന്നതെന്ന് പുസ്തകം പരിചയപ്പെടുത്തിയ സാജിദ് ആറാട്ടുപുഴ അഭിപ്രായപ്പെട്ടു. തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ പീവീസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ പ്രോഗ്രാംസ് അസിസ്റ്റന്റ് ഡയറക്ടറും ജിദ്ദ അൽ വുറൂദ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പലുമായ ശ്രീദേവി മേനോൻ, മൻസൂർ പിള്ള, ഖദീജ ഹബീബ്, അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ, ബിജു പോൾ നീലേശ്വരം എന്നിവർ പങ്കെടുത്തു. കാലദേശങ്ങളുടെ വൈവിധ്യ യാത്രകളാണ് കഥാസമാഹാരം തനിക്ക് സമ്മാനിച്ചതെന്ന് ശ്രീദേവി മേനോൻ പറഞ്ഞു. അനിൽ കുരിച്ചുപുട്ടം മോഡറേറ്ററായിരുന്ന പരിപാടിയിൽ ആൽബിൻ ജോസഫ്, മാലിക് മക്ബൂൽ, ലീന ഉണ്ണികൃഷ്ണൻ, അരുൺ ശൂരനാട്, ഹമീദ് കണിച്ചാട്ടിൽ, അബ്ദുള്ള മജീദ് കൊടുവള്ളി, ഇക്ബാൽ വെളിയങ്കോട്, റിയാസ് ഇസ്മയിൽ, ബാസിം ഷാ, അബ്ദുള്ള കുറ്റ്യാടി, നസീബ് പത്തനാപുരം തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ അലി കുളങ്ങലിന് മീഡിയ ഫോറത്തിന്റെ ഉപഹാരം ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള സലാം കണ്ണിയൻ സമ്മാനിച്ചു. ഹബീബ് ഏലംകുളം, ചെറിയാൻ കിടങ്ങന്നൂർ, മുജീബ് കുളത്തിൽ, ഷരീഫ് സുബൈർ ഉദിയന്നൂർ, സുധീർ ആലുവ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ദമാം. നവയുഗം സാംസ്കാരിക വേദി ജുബൈൽ കേന്ദ്ര കമ്മിറ്റി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന KC പിള്ള പുരസ്കാരം പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാറിന് സമർപ്പിക്കും. ജനുവരി 1 സഭയിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക ചടങ്ങിൽ കാനം രാജേന്ദ്രനാണ് പുരസ്കാരം നൽകുക. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2012 ഏർപ്പെടുത്തിയ ആദ്യ അവാർഡ് സൗദി അറേബ്യയിലെ ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സഫിയ അജിത്തിന് നൽകി. രണ്ടാമത്തെ അവാർഡ് സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക നായകനുമായ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനും നൽകി ആദരിച്ചു. മൂന്നാമത്തെ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ഇത്തവണ ആധുനികാനന്തര തലമുറയിലെ ശ്രദ്ധേയനായ മലയാള കവി കുരീപ്പുഴ ശ്രീകുമാറിനെയാണ് അവാർഡ് കമ്മിറ്റി തെരഞ്ഞെടുത്തത്. 2016 ജനുവരി 1 സഫയിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കുരീപ്പുഴ ശ്രീകുമാറിന് അവാർഡ് സമർപ്പിക്കും. കഴിഞ്ഞ 2 മാസമായി ജുബൈൽ നടന്നുവരുന്ന KC പിള്ള മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിലെ ജേതാക്കൾക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും കൂടാതെ ചിത്രരചന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും പ്രസ്തുത ചടങ്ങിൽ സമ്മാനിക്കും. ജനുവരി 1 2 മണിക്ക് വോളിബോൾ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് വയലാർ ഗാനസന്ധ്യ, ഓട്ടൻതുള്ളൽ, സാംസ്കാരിക സമ്മേളനം, നാടകം തുടങ്ങിയവ ഉണ്ടായിരിക്കുമെന്ന് ജുബൈൽ നവയുഗം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മജസ്റ്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിഡിൽ ഈസ്റ്റിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഷാർജ, ബുധീനയിൽ റെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മജസ്റ്റിക് ഹോളിന്റെ ബ്രാഞ്ച് തുടങ്ങുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര താരം ഇന്ദ്രജിത്ത് ഷോറൂം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മജസ്റ്റിക് ഗോൾഡ് ചെയർമാൻ അഹമ്മദ് ഇസ്മയിൽ, മാനേജിംഗ് ഡയറക്ടർ ജിർഹാസ് പാലക്കൽ, ഡയറക്ടർമാരായ അബ്ദുൽ ലത്തീഫ് പൂവിൽ, അബ്ദുൽ സലാം ഒളയാട്ട്, അബ്ദുൽ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ മാപ്പിള കവി ചാക്കിരി മൊയ്തീൻകുട്ടി സാഹിബിന്റെ നാമധേയത്തിൽ ദമാം വേങ്ങര മണ്ഡലം KMCC കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ മഹാകവി ചാക്കിരി മൊയ്തീൻകുട്ടി സ്മാരക പുരസ്കാരത്തിന് പ്രശസ്ത കവിയും നോവലിസ്റ്റും കഥാകൃത്തും വാഗ്മിയുമായ സുകുമാർ കക്കാട് അർഹനായി. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കവിതയും നോവലും ഉൾപ്പെടെ 50-ൽ പരം കൃതികളുടെ കർത്താവാണ് സുകുമാർ കക്കാട്. ദമാമിൽ വെച്ച് നടക്കുന്ന സ്നേഹജാലകം വേങ്ങര ഫെസ്റ്റ് 2016 വെച്ച് പ്രമുഖ എഴുത്തുകാരൻ P. സുരേന്ദ്രൻ അദ്ദേഹത്തിന് പുരസ്കാരം കൈമാറുമെന്ന് ദമാം വേങ്ങര മണ്ഡലം KMCC ഭാരവാഹികൾ അറിയിച്ചു. നവോദയ ജുബൈൽ ടൗൺ മേഖലാ കമ്മിറ്റി കേരള വികസനവും രാഷ്ട്രീയവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിക്കുന്നു. രക്ഷാധികാരി പ്രഭാകരൻ കണ്ണൂർ ചർച്ച ഉദ്ഘാടനം ചെയ്തു. വിജയൻ ചേളാരി, ലത്തീഫ്, അനിൽകുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 2016 മെമ്പർഷിപ്പ് വിതരണം ചടങ്ങിൽ നിർവഹിച്ചു. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ വൻ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജിവെക്കണമെന്ന് ദമാം OICC ആവശ്യപ്പെട്ടു. ലളിത് മോദിയുടെ കമ്പനിയുമായുള്ള അവിഹിത ഇടപെടലുകളിൽ പങ്കാളിയായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി വസുന്ധര രാജ് സിന്ധ്യ, ഇന്ത്യയിലെ പിടികിട്ടാപ്പുള്ളിയായി ലണ്ടനിൽ കഴിയുന്ന ലളിത് മോദിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത സുഷമ സ്വരാജ്, മതസ്പർദ്ധ വളർത്തുന്ന അസഹിഷ്ണുതാപരമായ പ്രസ്താവനകൾ നടത്തിയ മന്ത്രിമാർ എന്നിവരെയൊക്കെ നരേന്ദ്രമോദി സംരക്ഷിക്കുകയാണ്. സർക്കാർ ഏജൻസികളെയും അധികാര സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്ത് തങ്ങളുടെ ഇംഗിതം നടപ്പാക്കുകയാണ് BJPയും നരേന്ദ്രമോദിയുമെന്ന് ദമാം OICC പ്രസ്താവനയിൽ വ്യക്തമാക്കി.
രാഷ്ട്രം പിന്തുടരുന്ന വികസന കാഴ്ചപ്പാടിന്റെ കേന്ദ്രബിന്ദു പൗരന്മാരാണെന്നും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ച് വികസന കുതിപ്പ് നിലനിർത്തുമെന്നും സൽമാൻ രാജാവ് പറഞ്ഞു. ശൂറ കൗൺസിലിന്റെ 4ാം വാർഷിക പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സൗദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ടിലേക്ക്. രാഷ്ട്രം പിന്തുടരുന്ന വികസന കാഴ്ചപ്പാടിന്റെ കേന്ദ്രബിന്ദു പൗരന്മാരാണെന്നും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ച് വികസന കുതിപ്പ് നിലനിർത്തുമെന്നും തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവ് പറഞ്ഞു. ശൂറ കൗൺസിലിന്റെ 4ാം വാർഷിക പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അബ്ദുൽ അസീസ് രാജാവിന്റെ കാലം മുതൽക്ക് രാജ്യത്തെ വികസന പ്രയാണത്തിന് ശക്തമായ ഗതിവേഗമുണ്ട്. ഇരു ഹറമുകളുടെയും ഹജ്ജ്, ഉംറ തീർത്ഥാടകരുടെയും പരിചരണം ഈ രാജ്യത്തിന് ലഭിച്ച പ്രത്യേക ആദരവാണ്. ഇസ്ലാമിക സാമൂഹ്യ മൂല്യങ്ങൾ ഊന്നിയാണ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക സേവന മേഖലകളിൽ വികസന പദ്ധതികൾ തുടരും. മന്ത്രിസഭയ്ക്ക് കീഴിലെ നിരവധി സമിതികളും അതോറിറ്റികളും കമ്മിറ്റികളും പിരിച്ചുവിട്ട് ഇവരുടെ അധികാരങ്ങൾ സാമ്പത്തിക വികസന സമിതിക്കും രാഷ്ട്രീയ സുരക്ഷാ കൗൺസിലിനും കൈമാറി. മന്ത്രിസഭയുടെ മേൽനോട്ടത്തിൽ ഈ 2 സമിതികളും വഴി വികസനത്തിന് ഗതി പകരും. ഏതാനും വർഷങ്ങൾക്കിടെ പെട്രോൾ വില ഉയർന്നത് ഭീമമായ വരുമാനം ലഭിക്കുന്നതിന് സഹായിച്ചു. വരുമാനത്തിലുണ്ടായ വൻ വർധനവ് പ്രയോജനപ്പെടുത്തി നിരവധി വൻകിട പദ്ധതികൾക്കും പശ്ചാത്തല പദ്ധതികൾക്കും അംഗീകാരം നൽകാനും രാഷ്ട്രത്തിന്റെ ധനകരുതൽ ശേഖരം ശക്തിപ്പെടുത്തുകയും ചെയ്തു. വികസന പദ്ധതികളെ ബാധിക്കാത്ത വിധം എണ്ണ വിലയിടിച്ചിലിന്റെ പ്രത്യാഘാതങ്ങൾ തരണം ചെയ്യാൻ ഇതുവഴി കഴിഞ്ഞു. എണ്ണ വിലയിടിച്ചിലിനും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുമിടയിലും യഥാർത്ഥ വളർച്ച തുടരാൻ സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിച്ചു. പൊതുധനസ്ഥിതി നിയന്ത്രിക്കുന്നതിന് സന്തുലനവും വിവേകപൂർണവുമായ സാമ്പത്തിക നയങ്ങൾ, വൻകിട പദ്ധതികൾക്കുള്ള പണം ചെലവഴിക്കലും വിഭവങ്ങൾ തമ്മിൽ സന്തുലനം നിലനിർത്താൻ സാധിച്ചതും ഇതിനു സഹായകമായി. പൊതുകടം കുറഞ്ഞ തോതിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. വരുമാന സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം പ്രധാന വരുമാന സ്രോതസ് എന്നോണം പെട്രോളിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. സാമ്പത്തിക പരിഷ്കരണ പദ്ധതികൾക്കും നയങ്ങൾക്കും രൂപം നൽകുന്നതിന് സാമ്പത്തിക വികസന കാര്യ സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്.